ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കായംകുളം കായലിൽ ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായ മണലിനായി ഡ്രഡ്ജിംഗ് നടത്തുന്നത് അശാസ്ത്രീയവും അത്യന്തം അപകടകരവുമാണെന്ന് ആക്ഷേപമുയർന്നു. ഇറിഗേഷൻ വകുപ്പ് മുഖേന ദേശീയപാതയുടെ കരാറുകാർക്കാണ് ഡ്രഡ്ജിംഗ് നടത്തുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് റവന്യൂ വകുപ്പിന് ഒരറിവുമില്ലെന്നും സാമൂഹിക ആഘാത പഠനം നടത്തണമെന്നും ആവശ്യമുയർന്നു. വിഷയമുന്നയിച്ച് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ടി.പി. അനിൽകുമാർ മന്ത്രിമാർക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കായംകുളം കായലിൽ ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായ മണലെടുക്കുന്നതിനായി ഡ്രഡ്ജിംഗ് നടത്തുന്നത് അശാസ്ത്രീയമായിട്ടും അത്യന്തം അപകടകരമായ നിലയിലുമാണെന്ന് ആക്ഷേപമായിരുന്നു. ഈ വിഷയമുന്നയിച്ച് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡംഗം ടി.പി. അനിൽകുമാർ, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, കെ.സി. വേണുഗോപാൽ എം.പി, രമേശ് ചെന്നിത്തല എം.എൽ.എ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ. സജീവൻ, ജില്ലാ കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണ ആവശ്യത്തിനായി മണ്ണ് ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മേജർ ഇറിഗേഷൻ വകുപ്പ് മുഖേന ദേശീയപാതയുടെ കരാറുകാരായ കമ്പനിക്ക് അനുമതി നൽകി ഡ്രഡ്ജിംഗ് നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. റവന്യൂ വകുപ്പ്, തദ്ദേശ വകുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് ഈ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യാതൊരു ബോധ്യവുമില്ലെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും ടി.പി. അനിൽകുമാർ പരാതിയിൽ പറയുന്നു. കണ്ടല്ലൂർ തെക്ക് മണിവേലിക്കടവിന് 200 മീറ്റർ തെക്ക് വശം, കായലിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് 800 മീറ്റർ തെക്ക് ഭാഗത്തേക്കും 1200 മീറ്റർ ദൂരവും സഹിതം 2 കിലോമീറ്റർ നീളത്തിൽ കരയിൽ നിന്നും 30 മീറ്റർ ദൂരം മുതൽ വലിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജിംഗ് നടത്തി മണ്ണ് കരയ്ക്കെത്തിച്ച് ദേശീയപാത വികസനത്തിന് കൊണ്ടുപോകുകയാണ് പദ്ധതിയെന്ന പ്രാഥമിക അന്വേഷണത്തിൽ ബന്ധപ്പെട്ടവരിൽ നിന്നും വിവരം ലഭിച്ചതായും ടി.പി. അനിൽകുമാർ പറയുന്നു. 2 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണെടുക്കുമ്പോൾ എത്രമാത്രം ആഴത്തിൽ 2 കിലോമീറ്റർ ദൂരം ഏകദേശം 300-400 മീറ്റർ വീതിയിൽ ഡ്രഡ്ജ് ചെയ്യണമെന്നത് ഊഹിക്കാവുന്നതാണെന്നും ഈ പ്രവൃത്തികൾ സംബന്ധിച്ച് പ്രദേശത്തിനുണ്ടാകുന്ന സാമൂഹിക ആഘാതം സംബന്ധിച്ച് യാതൊരു പഠനവും നടന്നിട്ടില്ല എന്നും അനിൽകുമാർ പറയുന്നു. കായംകുളം കായലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും എക്കലും നീക്കം ചെയ്യേണ്ടത് തന്നെയാണ്. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കായംകുളം കായലിന്റെ സ്വാഭാവിക ആഴം നിലനിർത്തുന്ന വിധം ഡ്രഡ്ജിംഗ് നടത്തുകയാണ് വേണ്ടത്. വലിയ ആഴത്തിൽ ഡ്രഡ്ജ് ചെയ്യുന്നത് മുഖേന ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ ഉപ്പ് കലർന്ന മലിനജലം എത്തിപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്നും ഇത്തരം സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്നും ഇതിനാൽ കായൽ ഡ്രഡ്ജിംഗ് നാടിന്റെ നിലനിൽപ്പിനുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ പഠിച്ചും ബോധ്യപ്പെട്ടും അനിവാര്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ടി.പി. അനിൽകുമാർ പറയുന്നു. CDNet ന്യൂസ്, കായംകുളം.